എല്ലാവർക്കും ഷാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അയിലക്കറിയാണ് ഉണ്ടാക്കുന്നത്, ഒരു സ്പെഷ്യൽ അയിലക്കറി. അത് നാളികേരം അരച്ചിട്ടാണ് വെക്കുന്നത്. അതിനായിട്ട് ഞാൻ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സവാള ഇടുകയാണ്. ഒരു സവാളയാണുള്ളത്, അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമ്മൾ വല്ലാതെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള വല്ലാതെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് ഒരു 10 ചെറിയ വെളുത്തുള്ളിയാണ്, ഒരു 3-4 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാവരും നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു തക്കാളി, അതായത് നല്ല പഴുത്തിട്ടുള്ളൊരു തക്കാളിയാണ്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടാവും, അങ്ങനെ തന്നെയായിരിക്കും അധികം ആൾക്കാരും ചെയ്യുന്നത്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് സവാള, തക്കാളി, അതേപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 കഷ്ണം ഇഞ്ചി, കറിവേപ്പില എല്ലാതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സവാള, തക്കാളി, അതേപോലെ വെളുത്തുള്ളി, ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അല്ലാതെ ബ്രൗൺ കളർ ആക്കണ്ട. ഇനി ഇതിലേക്ക് നാളികേരമാണ് നമ്മൾ ചേർക്കുന്നത്. നാളികേരം ഇതിൻ്റെ കൂടെ തന്നെ ഇടുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർന്നാൽ മതി. അല്ലാതെ നമ്മൾ മസാല അരച്ച കറി വയ്ക്കുന്ന പോലെ അല്ലാതെ നാളികേരം വറുക്കൊന്നും വേണ്ട. ഇനി ഞാനിത് ഓഫാക്കിയിട്ട് തണുത്തതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇടാൻ പോവുകയാണ്. ഈ ചട്ടിയിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇടുന്നു. അതേപോലെ ഒരു 5-6 ചെറിയ ഉള്ളി ചതച്ചതും, ഒരു പച്ചമുളക് കീറിയതും. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കണം. ആ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെയാണ് നമ്മൾ പൊടികളൊക്കെ ഇടുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ എരിവിനായിട്ട് 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. അധികം എരിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി അതിലേക്ക് 2 സ്പൂണൊക്കെ ഇടുന്നത്. ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് വാളം പുളി, അതായത് സാധാരണ പുളി, നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ പുളി, പ്രത്യേകിച്ച് പറയാൻ കാരണം ഞാൻ കുടംപുളിയല്ല യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഇത് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പുളി ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് മീനിടാം. ഞാനിന്ന് വാങ്ങിച്ചിരിക്കുന്നത് അയിലയാണ്, അയിലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് അരപ്പൊഴിക്കാം. നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണിത്. നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ കൂടെ തന്നെ നാളികേരം കൂട്ടിയിട്ട് ഞാൻ, അതായത് ഉള്ളി, സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ട് നാളികേരത്തിൻ്റെ കൂടെ ഇട്ട് അരച്ചതാണ്. ഇനി നമ്മുടെ അയില ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് മീൻകറിയൊക്കെ വയ്ക്കുന്ന ആൾക്കാരാണെന്ന് അറിയാം. എന്നിരുന്നാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി നമ്മൾ ആ അരച്ച് വെച്ച പാത്രത്തിലേക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചത്, പുളിവെള്ളമാണ് കേട്ടോ. പുളി കുറച്ച് കുറവുണ്ടായിരുന്നു. ആ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിതൊന്ന് തിളയ്ക്കാനിടാണ്. ഒറ്റ പ്രാവശ്യം ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഓഫാക്കി വെക്കാം. അയിലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒന്ന് വറുത്തിടണം, അതായത് ഒന്ന് താളിച്ചിടണം. അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകുമാണ് ഇടുന്നത്. നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ഞാൻ ഈ സ്പൂണിൽ വെച്ചേ ഉള്ളൂ. ഇനി അത് കരിയണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ സ്പൂണിൽ വെച്ച്. ഇനി അതിലേക്ക് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യും. ഇനി
ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി അവസാനമായിട്ട് ഒരു ചെറിയൊരു കഷ്ണം തക്കാളിയും കറിവേപ്പിലയും കൂടിയിട്ട് ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇതൊന്നിട്ട് നമ്മൾ ആ തക്കാളി ഇത്രയും മതി, അല്ലാതെ വഴറ്റൊന്നും വേണ്ട, ഒരു പച്ച ടേസ്റ്റ് വേണം ഇത്. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, കമൻസ് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണെന്ന് എല്ലാവരും പറയുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഈ അയിലക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അത് നല്ല ടേസ്റ്റിയാണേ. ഓക്കെ, താങ്ക് യു.